നാം എല്ലാവരും ഓരോ സന്ദർഭങ്ങളിൽ പ്രശ്നങ്ങളിലും പ്രതികൂലങ്ങളിലും വേദനയിലും തളർച്ചയിലും എത്തുന്നവരാണ്. എപ്പോൾ എന്തു ചെയ്യണം, എങ്ങോട്ട് പോകണം, ആരോട് പറയണമെന്നറിയാതെ നാം വിഷമിക്കുന്നു. ദൈവം ഇതൊന്നും കാണുന്നില്ലേ? ദൈവം എന്നെ മറന്നുപോയോ? എൻ്റെ നിലവിളി കേൾക്കുന്നില്ലേ? ഇങ്ങനെയൊക്കെ നാം ചിന്തിക്കുകയും ആകുലപ്പെടുകയും നിരാശപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ നമ്മുടെ ദൈവം നിത്യനായ ദൈവമാണ്. ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം നൽകുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിലൂടെ ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുകയാണ്. അതുകൊണ്ട് ദൈവം എന്നെ സഹായിക്കും, എനിക്കൊരു വഴി തുറന്നു തരുമെന്ന് മനഃപൂർവ്വമായി ഞാനും നിങ്ങളും വിശ്വസിക്കുകയത്രേ വേണ്ടത്. പ്രതിസന്ധികളിൽ നമുക്കിതുപോലെ പറയാൻ കഴിയട്ടെ.